ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പ്രാർത്ഥനകൾക്കെല്ലാം ഒരുപാട് നന്ദി കേട്ടോ. നമ്മുടെ സഹോദരങ്ങളെ, ഇന്ന് പ്രത്യേകിച്ച് നമുക്കൊരു നന്മറിഞ്ഞതിന് ചൊല്ലി ക്രിസ്മസിന്റെ തൊട്ട് മുമ്പത്തെ എപ്പിസോഡായിരിക്കുമല്ലോ നാളത്തെ ഞായറാഴ്ചത്തെ എപ്പിസോഡ്. നമുക്ക് നല്ല വലിയൊരു അഭിഷേകവും കൃപയുമായി കാണുന്നവർക്കെല്ലാം മാറാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. മീഡിയ വഴിയിലുള്ള എല്ലാ ശുശ്രൂഷകളും, അഭിഷേകം മാത്രമല്ല കുഞ്ഞിട്ടൊക്കെ അങ്ങനെയുള്ള എല്ലാ ശുശ്രൂഷകൾക്കും വേണ്ടി പ്രത്യേകമായിട്ട് നമുക്ക് ഇടയ്ക്ക് പ്രാർത്ഥിക്കാം. പിന്നെ അതേപോലെ തന്നെ ഞാൻ വ്യക്തിപരമായ പ്രാർത്ഥന എങ്ങനെ നടത്തണം എന്നൊരു എപ്പിസോഡ് എടുത്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഓർക്കുന്നുണ്ടാവില്ല. എന്നിട്ട് പിന്നെ ഇനി 2ാം ഭാഗം, പിന്നെ 3ാം ഭാഗം. അപ്പോൾ അത് കണ്ടിന്യൂസും കിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ ആദ്യത്തെ ബാക്കിയായിട്ട് അടുത്ത എപ്പിസോഡ് കൂടണം കേട്ടോ. അതെല്ലാം അങ്ങനെ ഒന്ന് പരിശീലിക്കാൻ തുടങ്ങിയ വലിയൊരു അനുഗ്രഹം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അത് ഒന്ന് പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ എപ്പിസോഡ് ആകുമ്പോഴത്തേക്ക് അതും കൂടെ പ്രാക്ടീസ് ചെയ്യുക, അടുത്ത എപ്പിസോഡ് ആകുമ്പോഴത്തേക്ക് അതും കൂടെ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ആകുമ്പോഴത്തേക്ക് നല്ലൊരു ഇത് കർമ്മ കിട്ടും കേട്ടോ. പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് യോഹന്നാന്റെ സുവിശേഷം 21-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 17-ാമത്തെ തിരുവചനമാണ്. തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: സമർപ്പണമാണ് ഏറ്റവും നല്ലത്. മനോഹരമായ ഒരു പശ്ചാത്തല വിവരമാണ്. നിങ്ങൾക്കറിയാം, പത്രോസിനോട് ശ്ലീഹായോട് ഈശോ 2-3 പ്രാവശ്യമൊക്കെ ചോദിക്കുക, നീ എന്നെ സ്നേഹിക്കുന്നോ? അപ്പം അതിനെങ്ങനെയാണ്, തന്നോട് 3-ാം പ്രാവശ്യവും നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചത് കൊണ്ട് അവൻ ദുഃഖിതനായി. ആര്? പത്രോസ്. അവൻ പറഞ്ഞു, കർത്താവേ, നീ എല്ലാം അറിയുന്നുവല്ലോ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും നീ അറിയുന്നു. സത്യത്തിൽ പത്രോസ് ശ്ലീഹ എത്ര കർത്താവിൻ്റെ ചോദ്യത്തിന് മറുപടി പറയാൻ നോക്കിയാലും അതൊന്നും അതിൻ്റെ പൂർണ്ണതയിൽ എത്തിച്ചേരുന്നില്ല. ഉദാഹരണം, ഇതിൽ വേറെ വ്യാഖ്യാനം പറയും, 3 പ്രാവശ്യം തള്ളി പറഞ്ഞ പത്രോസിനെ 3 പ്രാവശ്യം ഏറ്റു പറയിക്കുന്നു എന്നൊക്കെ പറയുന്ന വ്യാഖ്യാനങ്ങളുണ്ട്. അതെല്ലാം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെ മറ്റൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. എപ്പോഴും നമുക്ക് നല്ലതിനൊരു സമർപ്പണമാണ് ഏറ്റവും നല്ലത്. ഞാൻ ഇതിനു മുമ്പ് മറ്റൊരിടമൊക്കെ പറഞ്ഞെന്ന് എൻ്റെ ഓർമ്മ. നമ്മുടെ ഈ അസ്ഥികൾ ജീവിക്കാനാവുമെന്ന് എസെക്കിയേൽ 37 അസ്ഥി കൂമ്പാരം കാണിച്ചിട്ട് ഈ കർത്താവ് ചോദിക്കുക, അസ്ഥികൾ ജീവിക്കുക എസെക്കിയേലിനോട്. എസെക്കിയേൽ കർത്താവ് അങ്ങേക്ക് അറിയാമല്ലോ, കാരണം എസെക്കിയേൽ എന്ത് പറഞ്ഞാലും അതിനകത്ത് വിലപ്പോവുകയല്ല അല്ലേ. അതുകൊണ്ടാണ് ജോബിനോട് പറയുന്നത്, മനുഷ്യ, ദൈവത്തോട് വാഗ്ദാനം നടത്താൻ നീ ആരാ? ഒന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ലത് എന്നാണെന്നറിയോ, ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും നമുക്ക് ചിന്തിച്ച കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയല്ല, ദൈവത്തോട് നമുക്ക് മറുപടി കൊടുക്കാനും പറ്റിയല്ല. പിന്നെ ഏറ്റവും നല്ല കാര്യം എന്നറിയോ, പരിപൂർണമായി സമർപ്പണം നടത്താം. കർത്താവെ, പരിപൂർണമായി ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു, അങ്ങേക്ക് എല്ലാം അറിയാമല്ലോ. അപ്പം നമ്മുടെ പ്രാർത്ഥനകളിൽ പോലും ഞങ്ങളുടെ ആഗ്രഹങ്ങൾ ഇതാണ്, പക്ഷേ ദൈവമേ, അങ്ങേക്ക് എല്ലാം നല്ലത് അറിയാമല്ലോ. ഒരു സമർപ്പണത്തിലേക്ക് വെത്തുക എന്നുള്ളതാണ് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ ഏറ്റവും മനോഹരമായിരിക്കുന്ന ഒരു സംഗതി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും പറ്റുവാണെങ്കിൽ, ഞാൻ ആ പേഴ്സണൽ പ്രയറിനെ കുറിച്ചുള്ള അഭിഷേകം ടോക്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്, എല്ലാ ദിവസവും കുറച്ചും ഒരു സമർപ്പണം നടത്തണം. ഞാൻ പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിക്കുന്ന കർത്താവേ, എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്ന കർത്താവേ. വളരെ നല്ലതാണ്. ഇതൊരു സുഹൃദയമ പോലെ ചെല്ലാൻ ഒട്ടും ബുദ്ധിമുട്ടുമില്ലല്ലോ അല്ലേ. കർത്താവ് പ്രത്യേകം അനുഗ്രഹിക്കട്ടെ കേട്ടോ. എനിവേ, ഈ പത്രോസിലേക്ക് ഇത് പറഞ്ഞപ്പോൾ മുതൽ പിന്നെ കർത്താവ് അല്ലേ, കുഞ്ഞാടുകളെ നയിക്കുക, നീ എന്നെ അനുഗമിക്കുക, കാര്യങ്ങളെല്ലാം കർത്താവ് കുറച്ചുകൂടെ ക്ലാരിറ്റി പറയുകയാണ്. അപ്പം എന്ന് പറയുന്നത് പോലെ നമുക്കൊരു സമർപ്പണം പൂർണ്ണമായി നടത്തി കഴിയുമ്പോഴാണ് ദൈവത്തിൻ്റെ ഹിതം പൂർണ്ണമായിട്ട് നമുക്ക് വെളിപ്പെടുകയും ചെയ്യുള്ളൂ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ കേട്ടോ. നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്നായിട്ട് അങ്ങ് സ്തുതിക്കാം. ഈശോയെ ആരാധന, കർത്താവെ സ്തുതിക്കുന്ന, ആരാധിക്കുന്ന, നന്ദി പറയുന്നു. കർത്താവെ സമൂഹത്തെ മുഴുവൻ പ്രത്യേകിച്ച് ആശീർവദിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അദ്ദേഹം നല്ലൊരു സമർപ്പണം നടത്തി ദൈവഹിതത്തിന് പൂർണ്ണമായി കീഴ്വഴങ്ങിയ പരിശുദ്ധ അമ്മയെപ്പോലെ കർത്താവെ ബേത്ലഹേമിൽ, കർത്താവെ നസ്രത്തിൽ, കർത്താവ് കുരിശിൻ്റെ ചുവട്ടിൽ എല്ലാത്തിനും സമർപ്പണമാണല്ലോ. പുത്രനെ കാണാൻ വേണ്ടിയിട്ട് ചെല്ലുന്ന സമയത്ത് പോലും കർത്താവ് ഈശോയുടെ പല മറുപടികൾക്ക് മുൻപിൽ ഒരു സമർപ്പണമാണല്ലോ കർത്താവെ. വാഗ്വാദങ്ങളില്ല, ചോദ്യങ്ങളില്ല, തൃപ്തികരമായ ഉത്തരങ്ങളില്ല, പക്ഷെ എല്ലാം ഒരു സമർപ്പണമാണല്ലോ കർത്താവെ. ക്രിസ്തുമസിനോട് ഏറ്റവും അടുത്ത് ഒരുക്കം നടത്തുമ്പോൾ കർത്താവ് പരിശുദ്ധ അമ്മ എന്ന് പറയുന്ന ഒരു കന്യകയുടെ സമർപ്പണമാണല്ലോ രക്ഷാകര പദ്ധതിയുടെ മറ്റൊരു വലിയൊരു കർത്താവ് ഒരു അടിസ്ഥാനമായി നിലകൊണ്ടത്. മോശ എന്ന് പറയുന്ന ഒരു ഒറ്റ വ്യക്തിയുടെ സമർപ്പണമാണ് ഇസ്രായേൽ ദേശത്തെ കാനാൻ ദേശത്ത് എത്തിച്ചത്. കർത്താവായ ദൈവം ഞങ്ങൾക്ക് നല്ലൊരു സമർപ്പണം നടത്താൻ, കർത്താവ് കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ നടത്തുന്ന സമർപ്പണം ഞങ്ങളുടെ കുടുംബത്തെ സ്വർഗത്തിലെത്തിക്കും.
വൈദികരുടെ സമർപ്പണം അനേക വിശ്വാസികളെ സ്വർഗത്തിലെത്തിക്കും. സമർപ്പിതരുടെ ശക്തീകരണം, സമർപ്പണം അനേകരെ കൃപയിലെ നയിക്കും. കർത്താവേ, അങ്ങനത്തെ ഒരു അഭിഷേകത്തിൻ്റെ കൃപ നിങ്ങൾ ഓരോരുത്തരും വന്ന് നിറയട്ടെ എന്ന് ആശീർവദിക്കുക. നിങ്ങളെ ശല്യപ്പെടുന്ന എല്ലാ ദുഷ്ടാരങ്ങളും പൈശാചക്തികളെയും യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്ന ഉപേക്ഷിക്കുന്ന നിത്യാഗ്നിയിലേക്കും ആട്ടിപ്പായിക്കുന്നു. കർത്താവിൻ്റെ കൃപ നിങ്ങളെ ശക്തമായിട്ട് താങ്ങട്ടെ. അഭിഷേകം നിങ്ങൾക്കൊരു അനുഗ്രഹമായി മാറട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടാകും, എപ്പോഴും എന്നേക്കും. ആമേൻ.